വണക്കം. അപ്പം നല്ലൊരു ഹർത്താലൊക്കെ ആഘോഷിച്ച് വീട്ടിലിരുന്ന് ഹോളിഡേ ഒക്കെ ആഘോഷിച്ച് വലിയ വലിയ പൂക്കളങ്ങളൊക്കെ ഇട്ട് അവധിയൊക്കെ തിമിർത്ത് ആഘോഷിച്ച എല്ലാവർക്കും ഇന്നത്തെ ഷുള്ളൌട്ടിന്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്കറിയാം ഇത് ഓണക്കാലമാണ്. ഓണക്കാലമാകുമ്പോൾ നമ്മള് പൂക്കളവും പൂവിളികളും ഊഞ്ഞാലാട്ടവും അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണമുണ്ട്. നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ പട്ടുപാവാട ആക്കിയിട്ട് ഇന്ന് ഓണക്കുട്ടിയായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്നെ മറിയാമ്മേനെ വേഗം വിളിക്കാൻ വേണ്ടി താഴെ കാണുന്ന നമ്പർ ഡയൽ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ മെയിൽസ് അയക്കാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിഷ് ചെയ്യാം. നിങ്ങളുടെ പ്രിയപ്പെട്ട എന്താ പറയാ ഓർമ്മകളൊക്കെ ഷെയർ ചെയ്യാം. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാം. ഏതായാലും എന്നെ വിളിക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർത്ത് കൊള്ളുക, ആ ഫസ്റ്റ് കോളറിന് ആ ഗിഫ്റ്റ് ഇന്നും ഉണ്ട്. അഖിലം വെഡിങ് സെന്റർ സ്പോൺസർ ചെയ്തേക്കുന്ന ഒരു അടിപൊളി സമ്മാനം. അപ്പൊ ഈ സമ്മാനത്തിന്റെ കാര്യം പറഞ്ഞതേ സമ്മാനം ഗ്രാബ് ചെയ്യാൻ ആളെത്തിക്കഴിഞ്ഞു. നമുക്ക് സംസാരിക്കാം നമ്മുടെ ആദ്യത്തെ ആ ലക്കി കോളറിനോട്. ഹലോ ഹലോ, ആരാണ്? ഗുഡ് ഈവനിങ്. ഞാൻ സുമതിയാണ് സംസാരിക്കുന്നത്, പാലക്കാട്ടിൽ നിന്നും. പാലക്കാട്ട് നിന്ന് സുമതി ചേച്ചി? അതെ, ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ, ഓർമ്മയുണ്ടോ? എന്നോട് സംസാരിച്ചിട്ടുണ്ടോ ചേച്ചി? മറിയാമ്മയോട്? ആ. അയ്യോ സോറി ട്ടോ, എന്നെ തല്ലരുത്, ഞാൻ മറന്നുപോയി. ഓക്കെ ഓക്കെ, എന്താണ് വിശേഷം? എനിക്ക് എന്ത് വിശേഷം ചേച്ചി? വിശേഷം പറയേണ്ടത് നിങ്ങളല്ലേ. പാലക്കാട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഓണാഘോഷമുള്ള സ്ഥലമല്ലേ? അതെ അതെ. എങ്ങനെ പോണു ഓണാഘോഷമൊക്കെ? ഓണാഘോഷമൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ഉത്രാടപ്പാച്ചിലൊക്കെ ഇനി കുറച്ചു ദിവസത്തിനാണ് നടത്താനുള്ളത് അല്ലേ? അതെ അതെ. ഓക്കെ. പാലക്കാട് നിന്നുള്ള സുമതി ചേച്ചിക്ക് ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഓണത്തിന്റെ ഓർമ്മ അറിയാനുണ്ടോ? ഇല്ല ഇല്ല, ഒരു ഓണത്തിന്റെ ഓർമ്മയില്ല? അല്ല, ഡാൻസ് എപ്പോഴും എല്ലാ വർഷവും ഡാൻസ് കളിക്കും എല്ലാ ഓണത്തിനും. ഇപ്രാവശ്യം പറ്റില്ല, പ്രഗ്നന്റ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് വിളിച്ചിട്ട്. എത്ര മന്തായി ചേച്ചി? ഇത് 8 ആയി. അയ്യോ, അപ്പൊ ഒട്ടും അനങ്ങാൻ പറ്റത്തില്ല. അതെ അതെ. ബെഡ് റെസ്റ്റ് ആണോ? അതെ, റെസ്റ്റ് ഒന്നുമില്ല. ഓക്കെ. എന്നാലും പഴയ പോലെ അടിച്ചു പൊളിക്കാൻ പറ്റാത്തതിന്റെ ഒരു വിഷമമുണ്ട് സുമതി ചേച്ചിക്ക് അല്ലേ? ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. ഓക്കെ. ഏതായാലും കുഞ്ഞാവ് വന്നു കഴിയുമ്പോ അടുത്ത ഓണത്തിന് നല്ല അടിച്ചു പൊളിച്ചു പോവാലോ. തീർച്ചയായും. ഓക്കെ. അപ്പൊ ചേച്ചി ഒരു ചോദ്യം, ഇങ്ങനെ ചോദിക്കാൻ പാടില്ലാത്തതാണ് ശരിക്കും. എന്നാലും നമുക്കൊരു പേഴ്സണൽ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവല്ലോ. നമ്മുടെ ഓണമാണ്. ഒരു വാമനൻ കുട്ടനെയാണോ ഇഷ്ടം, അതോ ഒരു കുഞ്ഞു സുന്ദരിക്കുട്ടി വരാനാണ് ആഗ്രഹം? ഞാൻ അന്ന് ഇതേപോലെ എന്നോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൺകുട്ടിയാണ് ഇഷ്ടം. കഷ്ടായി പോയിട്ടോ, ഞങ്ങളെയൊക്കെ ഒന്ന് ഓർക്കണ്ടേ? ശരി ചേച്ചി, ആർക്കൊക്കെ ഡെഡിക്കേഷൻ? ആൺകുട്ടിയാലും കുഴപ്പമില്ല. ഓക്കെ, ജുവലിനോട് അന്വേഷണം പറയോ? ജുവൽ ചേച്ചിയോട് അന്വേഷണം പറഞ്ഞോളാം. ഡെഡിക്കേഷൻ പറഞ്ഞോളൂ ചേച്ചി. ഒരു മിനിറ്റ്. ഇവിടെ ഒരുപാട് പേര് പറഞ്ഞു മരിയനോട് ഒന്ന് പാട്ട് പാടിപ്പിക്കേ. എന്റെ ദൈവമേ, ഞാൻ അന്നൊരു അബദ്ധത്തിൽ പാടിപ്പോയത്. ഇനി പാടണോ? അയ്യോ, ഞാൻ ആ എപ്പിസോഡ് കണ്ടില്ല. പ്ലീസ് എനിക്ക് വേണ്ടി ചേച്ചിക്ക് വേണ്ടിട്ട് അടുത്ത സെഗ്മെന്റിൽ പാടിയാ മതിയോ? എന്താ ചേച്ചി പ്ലീസ്. ഓക്കെ ഓക്കെ, ഞാൻ പാടാം. ദൈവം ഇവരെന്നെ കൊണ്ട് പാടുപെടുത്തും. ഓക്കെ, ഞാനൊരു ഓണപ്പാട്ട് പാടാം. ഐ മീൻ വള്ളപ്പാട്ട്. മതിയാ? ഓ മതി ആയിക്കോട്ടെ. കുട്ടനാടൻ പൂഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ, പൊട്ട് വേണം, കുട വേണം, സംതിങ് ഒക്കെ വേണം. ഇത്രയും പോരെ? മതി. ഓക്കെ. അപ്പൊ ഇനി എന്നോട് ഇങ്ങനത്തെ ഭീകരമായ കാര്യങ്ങളൊന്നും ആവശ്യപ്പെടരുത് കേട്ടോ. ഇല്ല, 5 സോങ് വന്നിട്ടില്ല അല്ലെ? എല്ലാ സോങ്ങും വന്നിട്ടുണ്ട് നമ്മൾ. പക്ഷേ ഇപ്പം ഫസ്റ്റ് സോങ് ഏതായാലും റെഡി ആയിട്ടുണ്ട്. ഞാൻ നല്ലൊരു സോങ് വെച്ച് തരാം കേട്ടോ സുധി ചേച്ചി. ഒരു മിനിറ്റ്. എല്ലാ സൂര്യ ഫാൻസിനും വേണ്ടി, വിജയ് ഫാൻസിനും, സൂര്യ ഫാൻസിനും, കാർത്തിക് ഫാൻസിനും വേണ്ടി, എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു സോങ് വരുന്നുണ്ട്. തിരുപ്പതി ബ്രദേഴ്സിന്റെ ബാനറിൽ ലിംഗുസ്വാമി സാർ സംവിധാനം ചെയ്ത് നമ്മുടെ കാർത്തിയും തമന്നയും അതേപോലെ തന്നെ മിലിൻ സോമനും ഒക്കെ തകർത്തഭിനയിച്ച ഒരു ആക്ഷൻ റൊമാൻറ്റിക് മൂവിയായ പയ്യയിലെ ഒരു സോങ് ആണ് നമ്മൾ കണ്ടത്. നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് കരുതുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഫസ്റ്റ് കോളർ പ്രൈസ് വിന്നറായ സുമതി ചേച്ചി. അപ്പൊ സുമതി ചേച്ചി എന്നെ കൊണ്ടൊക്കെ ഒരു കടുങ്കൈയൊക്കെ ചെയ്യിപ്പിച്ചു. പെട്ടെന്നായതുകൊണ്ട് പാടാൻ പറ്റില്ല. ഐം സോറി ചേച്ചി. ഏതായാലും ചേച്ചിക്ക് നല്ലൊരു ഓണം ആഘോഷിക്കുന്നു, ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ചേച്ചിക്ക് വേണ്ടി പറ്റുമെങ്കിൽ ഞാനൊരു പാട്ട് പാടിത്തരാം. പിന്നെ ഇപ്പൊ നമുക്കൊരു നല്ല മെയിൽ വന്നിട്ടുണ്ട്. ഹായ് ഷുള്ളൌട്ട്, ഐ എം അച്ചായൻ ഫ്രം പൊന്നാനി. ഈ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും കോട്ടയത്തു നിന്നും പാലായിൽ നിന്നൊക്കെ ഉള്ള അച്ചായന്മാരെ പറ്റി കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് പൊന്നാനി എന്നൊരു അച്ചായൻ ഉണ്ടെന്ന് അറിയണേ. സന്തോഷം. എന്റെ മെയിൽ വായിച്ചതിന് ആദ്യം താങ്ക്സ്. എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് സോങ് പ്ലേ ചെയ്ത് തരണം. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഹെർ നെയിം ഈസ് ഷംല. ഞങ്ങൾ കോളേജിൽ ഒരു ക്ലാസ്സിലായിരുന്നു. കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങൾ കൂടുതൽ അടുത്തു. അവൾ ഇപ്പോ മറ്റൊരു കോളേജിലേക്ക് മാറിപ്പോയി. കഷ്ടമായി പോയിട്ടോ. ഞാൻ അവളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവൾ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. So she is my best friend forever. So next song എനിക്ക് ഷംലയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ്
എന്റെ ഫ്രണ്ട്സിനും എന്റെ പ്രിയപ്പെട്ട അമീന മിസ്സിനും വേണ്ടി നെക്സ്റ്റ് സോങ് പ്ലേ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും നമ്മുടെ പൊന്നാനിക്കാരൻ അച്ചായന് വേണ്ടിയിട്ട് നല്ലൊരു ഏതെങ്കിലും പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ ആളെ വിളിച്ചൊന്ന്